നമ്മൾ വളരെ റെസ്പെക്ട് ആയിട്ട് ഇരിക്കൂ, നിങ്ങൾക്ക് ഞാൻ വിളമ്പിത്തരാം, നിങ്ങൾ ഇതെടുക്കൂ, അങ്ങനെയെന്നൊക്കെ നമ്മൾ ഒരുപാട് റെസ്പെക്ട് കൊടുക്കാറുണ്ട്. ആ സമയം നമ്മൾ നമ്മുടെ ഹസ്ബൻഡിന് ആ റെസ്പെക്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ പക്ഷെ അവര് ഈഗോയുടെ കാര്യത്തിൽ ഭയങ്കര ഇതാണ് പുരുഷന്മാർക്ക്. അതിന് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ വെളിയിലൊക്കെ പോവാന്നിരിക്കട്ടെ, നമ്മുടെ വഴി തെറ്റി, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓടിച്ച് വഴി തെറ്റി, അപ്പൊ നമ്മൾ പറയാം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ വഴിയല്ല മറ്റേ വഴിയാണെന്ന്. അത് അവർക്ക് ഭയങ്കരമായിട്ട് അവരെ ബാധിക്കും. ഞാൻ പറയുന്ന അങ്ങനത്തെ ഒരു ചെറിയ കാര്യം പോലും അവരെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും അവർ ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇനി അഥവാ അവർക്ക് വഴി തെറ്റിപ്പോയാൽ അവർ പറയാം ഇവിടെ ഇപ്പൊ റോഡ് മാറ്റി, അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും അതിനൊരു കാര്യം പറയും. ആ ഒരു ചെറിയ തോൽവി പോലും പുരുഷൻ അവന്റെ ഭാര്യയുടെ മുമ്പിൽ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഓർത്തു നോക്കിക്കോണം, നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ പറഞ്ഞു താക്കുന്നത് അവർക്ക് എത്രമാത്രം അത് ഫീൽ ചെയ്യുമെന്ന്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു ഹസ്ബൻഡ് ഒരു ബിസിനസ് നടത്തി, അത് ഫെയിലുവർ ആയി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പറയാം അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയാൻ. ചിലപ്പോ ഫെയിലുവറായി വന്ന് നിന്ന് ഫെയിലുവറായി ഒരു സ്ത്രീയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരിക്കലും അവൾ കുറ്റപ്പെടുത്തത്തില്ല. എന്നാൽ പോലും അവളുടെ എന്താ പറയുന്നത് ആ ബുദ്ധിമുട്ടും വിഷമവും കൊണ്ട് വരുമ്പോൾ പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ പറയും എനിക്ക് അപ്പോഴേ അറിയാം നിങ്ങളെ കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ലെന്ന്, നിങ്ങൾ ഇറങ്ങിയപ്പോഴേ എനിക്കറിയാം, അല്ലെങ്കിൽ അന്നേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇതൊന്നും പറ്റത്തില്ല, വേണ്ടാത്ത പണിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്ന ഞാൻ അന്നേ പറഞ്ഞില്ലേ. ഈ അന്നേ പറഞ്ഞില്ലേ എന്നുള്ളത് അവർക്ക് ഒട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അത് നമ്മൾ വെറുതെ പറഞ്ഞ് അവരെ ഇതാക്കാവുന്നുള്ളൂ. ചിലപ്പോ ഒരുപാട് ലക്ഷങ്ങൾ പുള്ളിക്കാരന് ആ ബിസിനസ്സിൽ നഷ്ടമായി കാണും. ആ ലക്ഷങ്ങളുടെ നഷ്ടം ഒരു പുരുഷൻ സഹിക്കും. പക്ഷെ ഒരു ഭാര്യ നിങ്ങളെ കൊണ്ട് ഇതിനൊന്നും സാധിക്കത്തില്ല എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഒരു പുരുഷന് സഹിക്കാൻ പറ്റത്തില്ല. അത് അയാളുടെ മനസ്സിൽ നിൽക്കും. നമുക്കിതൊന്നും ചിന്തിച്ചിട്ടല്ല ഒരു സ്ത്രീ ഇതൊക്കെ പറയുന്നത്, നമ്മുടെ സങ്കടം അങ്ങ് നമ്മൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ അതിനു പകരം നിങ്ങൾ സാരമില്ല എന്റെ ഹസ്ബൻഡിന് ഇതല്ലെങ്കിൽ ഇതിൽ വലിയൊരു കാര്യം വരാനുണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് വേറൊരു ബിസിനസ് തുടങ്ങാനോ ആ നഷ്ടത്തിനെ ടാക്കിൾ ചെയ്യാനോ പുള്ളിക്ക് ഈസി ആയിട്ട് സാധിക്കും. അതേസമയം നിങ്ങൾ പറയുന്ന ആ ഒരു വാക്ക് ഭയങ്കര ചില്ലു കൊട്ടാരം പോലെ അതങ്ങ് ഉടഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പുരുഷനെ അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്ന്. അതുപോലെ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മളെ സഹായിക്കത്തില്ല, നമ്മളെ അങ്ങനെ ചെയ്യത്തില്ല ഇങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ നമ്മൾ വാദോരാതെ പറയുമ്പോ അവരിതൊക്കെ കേട്ട് നമ്മളെ സഹായിക്കുമെന്നാണ്. അത് വെറും തെറ്റായ ധാരണയാണ്. ഇപ്പം ഒരു വൈഫ് ഒരു ഹസ്ബൻഡിന്റെ നിന്ന് ഒരു ഹെൽപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും നിങ്ങൾക്കില്ലല്ലോ, നിങ്ങൾ നാട്ടുകാരെ നന്നാക്കാൻ നടക്കുമല്ലേ, ഇങ്ങനെയെന്നൊക്കെ നമ്മൾ പറയുന്നതിന് പകരം ഒരു ചെറിയ ഹെൽപ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പുകഴ്ത്തി പറയൂ. അതിനെ പുകഴ്ത്തി പറയുമ്പോൾ അവർക്ക് വീണ്ടും നമ്മൾ ചെയ്യണമെന്ന് തോന്നും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സ്ത്രീകളോടൊക്കെ കുക്കിങ്ങിനൊക്കെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യോ, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ഉണ്ടോ, കുട്ടികളെയൊക്കെ എല്ലാരും കൂടെ ഫസ്റ്റ് അടുക്കളയുടെ ഭാഗത്ത് ഒരു ഗ്ലാസ് വെക്കാൻ പോലും വരത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഇതാക്കും. അപ്പം നമ്മുടെ വിചാരം അങ്ങനെ നമ്മൾ പറയുമ്പോൾ അവര് പിന്നെ നാളെ മുതൽ വന്ന് എന്തെങ്കിലും ചെയ്തു തരുമെന്നാണ്. ഒരിക്കലും അങ്ങനെ ചെയ്തു തരത്തില്ല. അതേസമയം മിക്കവാറും ഹസ്ബൻഡ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അത് എങ്ങനെ തുടങ്ങണം എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയത്തില്ല. അതേസമയം അവരൊരു ചെറിയ ഹെൽപ്പിന് വന്നാൽ ഇത് പുള്ളിക്കാരൻ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, ഇന്നലെ തന്നെ എനിക്ക് ആ പാത്രമൊക്കെ കഴുകി തന്നു, അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്ക് കൂടുതൽ പണിയുള്ളപ്പോൾ ചെയ്തു തരാറുണ്ട്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് നാളെ വീണ്ടും വീണ്ടും അവർ ചെയ്തു തരും. നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിയോ. അത് മാത്രമല്ല, നമ്മൾ എന്താഗ്രഹിക്കുന്നു, നമ്മുടെ ഹസ്ബൻഡിനെ എങ്ങനെ ആക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ നമ്മൾ സംസാരിച്ച് വേണം അവരെ ആക്കിയെടുക്കാൻ. അല്ലാതെ നമ്മൾ ശാസിച്ചാക്കി കളയാമെന്ന് നമുക്ക് സ്ത്രീകൾക്കൊരു വിചാരമുണ്ട്, അത് നടക്കത്തില്ല. അപ്പോ സ്നേഹത്തിന്റെ ഭാഷയിലും അംഗീകാരത്തിന്റെ ഭാഷയിലുമേ ഒരു പുരുഷനെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി സ്ത്രീകള് ആ രീതിയിൽ അവർക്ക് റെസ്പെക്റ്റും അംഗീകാരവും കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം സന്തോഷമുള്ളതാക്കുക. നമ്മൾ ആ റെസ്പെക്ട് കൊടുക്കേണ്ട ആളുകൾ ഫസ്റ്റ് നമ്മൾക്ക് റെസ്പെക്ട് കൊടുക്കേണ്ടത് അവരവരുടെ ഹസ്ബൻഡ്സിനാണ്. അതാണ് വേദങ്ങളും സൃഷ്ടാവും എല്ലാവരും പറയുന്നതും. അത് നിങ്ങൾ അനുസരിക്കുക. നിങ്ങളുടെ ജീവിതം സന്തോഷമായിരിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും, ഉറപ്പ്. ഓക്കെ ദെൻ ബൈ അജിനി.